ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെയാണ് അറസ്റ്റിനുള്ള വിലക്ക്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നായിരുന്നു പരാതിക്കാരിയോട് ഹൈക്കോടതിയുടെ ചോദ്യം. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് റാപ്പർ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി വിലക്കിയത്. വേടനെതിരെ കൂടുതൽ പരാതികൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചുവെന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത പരാതിക്കാരിയുടെ വാദം. ഈ സാഹചര്യത്തിൽ വേടനെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് സംസ്ഥാന പോലീസ് അറിയിക്കണം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നായിരുന്നു പരാതിക്കാരിയോട് ഹൈക്കോടതിയുടെ ചോദ്യം. ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്നും ഹൈക്കോടതി. വേടനെതിരെ നിരവധി മീട്ടു ആരോപണങ്ങൾ ഉണ്ടായെന്ന് പരാതിക്കാരി ഹൈക്കോടതി അറിയിച്ചു. ആ സമയത്ത് സമൂഹ മാധ്യമത്തിൽ വേടൻ ക്ഷമാപണം നടത്തിയെന്നും പരാതിക്കാരി. സാമൂഹ്യ മാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദമെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനമെടുക്കാനാവില്ല. തെളിവുകൾ പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കാനാവൂ. ഇൻഫ്ലുവൻസറാണോ അല്ലയോ എന്നതല്ല, വ്യക്തി എന്നതാണ് പ്രശ്നം. എല്ലാവരും അമർ ചിത്രകഥ വായിച്ചാണ് വളർന്നതെന്നും പുരാണ കഥകൾ പറയേണ്ടതില്ലെന്നും ഹൈക്കോടതിയുടെ വിമർശനം. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.